പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാണ് വിശുദ്ധായ സ്നേഹമുള്ള പാപമില്ലാത്തവൻ ഇവിടെ കല്ലെറിയട്ടെ എന്ന് യേശു പറയുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 1 മുതൽ 11 വരെയുള്ള വചനങ്ങളിൽ. അപ്പോൾ അതിൻ്റെ സാഹചര്യം പാപിനിയായ യേശുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരിക. വെറുതെ കൊണ്ടുവരികയില്ല, കല്ലെറിഞ്ഞു കൊല്ലാൻ തയ്യാറായിട്ടാണ്. ആ അവസരത്തിൽ യേശു പറഞ്ഞ വചനമാണ് ഉൽപ്പത്തി പുസ്തകത്തിലെ 4-ാം അധ്യായത്തിൽ 8 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ കായൻ ആബേലിനെ കൊല്ലുന്ന രംഗമാണ്. കായന്റെ മനസ്സിൽ വിദ്വേഷവും പകയും നിറഞ്ഞു. അതിന്റെ പരിണിത ഫലമായിട്ടാണ് ഹൃദയത്തിൽ സംഘർഷം വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് കാണിക്കുന്നു. അതിന്റെ പരിണിത ഫലമായിട്ട് അവൻ ചിന്തിച്ചു, ദൈവത്തിന്റെ മുമ്പിൽ എല്ലാവരുടെയും മുമ്പിൽ സ്വീകാര്യനായിരിക്കുന്നത് ആബേലാണ്. മാതാപിതാക്കൾക്ക് ആദാമിന് വായിക്കുന്നതോട് വേണ്ടത്ര സ്നേഹമില്ല. ഇവിടെ പുന്നാര മകൻ ആബേലാണ്. അതുകൊണ്ട് ആബേലിനെ അവനെ തട്ടണം, പ്രതികാരം ചെയ്യണം. അതുകൊണ്ട് ആ വിദ്വേഷം നിറഞ്ഞ കായന് ജനസ്ഥലത്തേക്ക് ആബേലിനെ കൂട്ടിക്കൊണ്ടുപോയി അവൻ അടിച്ചു കൊല്ലുകയാണ്. അത് കഴിഞ്ഞിട്ട് ദൈവം ഇതിന്റെ സാന്നിധ്യം ദൈവം ചോദിക്കുകയാണ്, ഇതിന്റെ സഹോദരൻ ആബേൽ എവിടെ? അപ്പോൾ അതിന് തർക്കുത്തരമാണ് പറയുന്നത്, ഞാൻ എന്റെ സഹോദരന്റെ കാവൽക്കാരൻ, എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടോ ആബേലിനെ? ഞാനാണ് അവന്റെ സെക്യൂരിറ്റി ഗാർഡ്. പിന്നെ എന്തിനാ എന്നോട് ചോദിക്കുന്നത്? പോയി അന്വേഷിച്ചു. അത് കഴിഞ്ഞ് പിന്നീട് വചനത്തിൽ പറയുന്നുണ്ട്, ദൈവവുമായുള്ള സംഭാഷണം. ഇതെല്ലാം എനിക്ക് സഹിക്കാവുന്നതിൽ അധികമാകുന്നു കാരണം പാപം ചെയ്യുന്നവന്റെ ആന്തരിക മനസ്സ് ഇതിന്റെ പ്രതിഫലനങ്ങൾ സൃഷ്ടിക്കും. കായലും അതുണ്ടായി. പിന്നീട് അനുഗമിച്ച് കാണണം. കാരണം ദുർബല നിമിഷത്തിൽ, വിദ്വേഷത്തിന്റെ നിമിഷത്തിൽ കൊല നടത്തി എന്നുള്ളതാണ്. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രധാനപ്പെട്ട വാർത്തയായിരുന്നു വയനാട്ടിൽ പൂക്കോട് വെറ്റിനറി കോളേജിൽ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ പീഡിപ്പിച്ചു. അവനെ പീഡിപ്പിച്ചു, ആഹാരം കൊടുക്കാതെ പീഡനം നടത്തി, അവനെ അവശനാക്കി മർദ്ദിച്ചു. അങ്ങനെ അവൻ മരിച്ചു. അവനെ കെട്ടിത്തൂക്കി. നിയമത്തിന് പിന്നാലെ വന്നു. ഇവരെല്ലാവരെയും അറസ്റ്റ് ചെയ്തു, പ്രതികളെയൊക്കെ. ആദ്യം സംഘടിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ശക്തിയില് ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ള ധാരണയില്, അല്ലെങ്കിൽ മദ്യപാനത്തിന്റെയോ മയക്കുമരുന്നിന്റെയോ ഒക്കെ ഇടയിലായിട്ട് എങ്ങനെയാണെങ്കിലും അത് സംഭവിച്ചു. ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം പഠിക്കാനും ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇവിടെ മാതാപിതാക്കളുടെയും സംഘത്തിൻ്റെയൊക്കെ പ്രിയപ്പെട്ടവരാണ് ഓരോ കുട്ടിയും. അങ്ങനെ ഒരു കുട്ടിയെ ഇങ്ങനെ നിഷ്കരണം പീഡിപ്പിച്ചെങ്കിൽ അത് വലിയ ഒരു തെറ്റാണ്. അതുകൊണ്ട് കേന്ദ്ര ഏജൻസി എടുത്തിരിക്കുകയാണ് അന്വേഷണം ഇപ്പോൾ. കാരണം ഇതിന് കുറ്റക്കാരായവരെയൊക്കെ കണ്ടുപിടിക്കുക, അവരെ മര്യാദയായിട്ട് ശിക്ഷിക്കുക എന്നുള്ളതാണ് നിയമം. അതിനുവേണ്ടിയാണ് നിയമം വെച്ചിട്ടുള്ളത്. കുറ്റക്കാരെ കണ്ടുപിടിച്ച് കുറ്റങ്ങളൊക്കെ മനസ്സിലാക്കി ശരിക്കും കുറ്റം ചെയ്തവരെ മാത്രം ശിക്ഷിക്കുക എന്നുള്ളതാണ്. 1 യോഹന്നാൻ 1-ാം അധ്യായം 5-10 വചനങ്ങളിൽ പറയാൻ, ദൈവം പ്രകാശമാകുന്നു, ദൈവത്തിൽ അന്ധകാരമില്ല. ഈ പ്രകാശം സൂചിപ്പിക്കുന്നത് നന്മ പ്രവർത്തികളാണ്. അപ്പം ദൈവം പ്രകാശമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ നന്മയുള്ളൂ. സർവനന്മ സ്വരൂപൻ എന്നാണ് ദൈവത്തെ നമ്മൾ വിളിക്കുന്നത്.
അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം എല്ലാ പാപങ്ങളിൽ നിന്നും നമ്മെ വിശുദ്ധീകരിക്കുന്നു. നമ്മൾ വിശുദ്ധീകരിക്കപ്പെടുന്നത് യേശുവിന്റെ സഹനവും മരണവും അവിടുത്തെ രക്തവും വഴി, രക്തം ചിന്തൽ വഴിയായിട്ടാണ്. നാം പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെ യോഹന്നാൻ ശ്ലീഹ ലേഖനത്തിലൂടെ സമർത്ഥിക്കുന്നത് അനുതാപത്തോടുകൂടി പാപങ്ങൾ ഏറ്റുപറയുകയും തങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് അംഗീകരിക്കുകയും ഇനിയും ആ തെറ്റുകൾ വീഴുകയില്ല എന്ന് പ്രതിജ്ഞ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ, അനുദപിക്കുമ്പോൾ ചുരുക്കത്തിൽ ദൈവം നീതിമാനാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിലും നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യുമെന്നാണ് യോഹന്നാൻ ശ്ലീഹയുടെ ലേഖനത്തിൽ പറയുന്നത്. ഫരിസായരുടെ നിയമത്തിലൊക്കെ യേശുവിനെ പരീക്ഷിക്കുക. യേശു അവിടെ ദേവാലയത്തിന്റെ അകലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കുറെ ആളുകളെല്ലാം യേശുവിനെ ശ്രമിക്കാനായിട്ട് കൂടിയിരിക്കുന്നു. അപ്പോൾ ഗുരുക്കന്മാര് അവരുടെ പ്രധാനപ്പെട്ട ദൗത്യം പഠിപ്പിക്കുക എന്നുള്ളതാണ്. യേശു അങ്ങനെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അവസരത്തില് ഒരു സ്ത്രീയെയും വിഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയെയും കൂട്ടിക്കൊണ്ടാണ് നിയമത്തിന് പരിശീലനം ചെയ്യുന്നത്. അപ്പോൾ ഗുരു എന്താ പറയുന്നത് കേൾക്കണം. പുരുഷനെ കാണുന്നില്ല. കാരണം വിഭിചാരം ചെയ്താൽ സ്ത്രീയും പുരുഷനും വേണം. അപ്പോൾ നിയമത്തിൽ പറയുന്നത് വിഭിചാരത്തിൽ പിടിക്കപ്പെട്ടാൽ രണ്ടുപേരെ കല്ലെറിയണമെന്നാണ്. എന്നാൽ സ്വാധീനമുള്ള പുരുഷനായിരിക്കും, അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അതുകൊണ്ട് പാപം സ്ത്രീയെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് വിചാരണ ചെയ്യാനും കല്ലെറിയാനും ഒക്കെ. അപ്പോൾ ഇവിടെ അന്നത്തെ സാഹചര്യത്തില് യേശു കല്ലെറിയണമെന്ന് പറഞ്ഞാലും കല്ലെറിയണ്ട എന്ന് പറഞ്ഞാലും കുഴപ്പമാണ്. കല്ലെടുത്ത് കൊല്ലണമെന്ന് പറഞ്ഞാൽ റോമൻ ഭരണത്തിന്റെ കീഴിലാണ് അന്ന് ഇസ്രായേൽ നാട്. റോമിന്റെ ഒരു പ്രോവിൻസാണ്. ചക്രവർത്തിയുടെ നിയമം അനുസരിച്ച് ഒരാളെ മരണത്തിന് വിധിക്കാനായിട്ട് അവകാശമുള്ളത് റോമാ ചക്രവർത്തിക്കോ അല്ലെങ്കിൽ പ്രതിനിധികൾക്കോ അവിടെ ഭരണം നടത്തുന്ന റോമിന്റെ അധികാരികൾക്കാണ്. അവിടെ പ്രധാന പുരോഹിതരൊന്നും ആരെയും കൊല ചെയ്യാനോ വിധിക്കാനോ അവകാശമില്ല. അതുകൊണ്ടാണ് പീലാത്തോസ് യേശുവിനെ കുരിശുമരണത്തിന് വിധിക്കാനായിട്ട് കാരണം അധികാരമുള്ളവൻ പീലാത്തോസ്. അതുകൊണ്ടാണ് ഇവരെല്ലാവരും യേശുവിനെ പിടിച്ചുകൊണ്ട് പീലാത്തോസിന്റെ അടുക്കൽ വിചാരണ വേളയിൽ കൊണ്ടുവന്നത്. അല്ലെങ്കിൽ അത് നേരത്തെ തന്നെ നിയമം ഏറ്റെടുത്തിട്ട് അവര് യേശുവിനെ മരണത്തിന് വിധേയനാക്കിയത്. പിന്നെ യേശു ഉത്തരം പറയുന്നത് അവളെ കല്ലെറിഞ്ഞ് കൊല്ലണ്ട എന്നാണെങ്കിൽ നിയമത്തിൽ, മോശയുടെ നിയമത്തിലാണ് പറയുന്നത് കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന്. അപ്പോൾ നിയമലംഘനത്തിന് പ്രേരണ കൊടുക്കുന്നു. അതങ്ങനെ ആരോപിക്കാൻ പറ്റും. ഏത് പറഞ്ഞാലും കുഴപ്പമാണ്. കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോമൻ നിയമം അനുവദിക്കുന്നില്ല. കല്ലെറിഞ്ഞ് കൊല്ലണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മോശയുടെ നിയമത്തിനെതിരായിട്ട് യേശു സംസാരിക്കുന്നുവെന്ന്. അതുകൊണ്ട് യേശു അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ, പാപമില്ലാത്തവൻ കല്ലെറിയട്ടെ. അപ്പോൾ പറയുന്നത് ഓരോരുത്തരായിട്ട് സ്ഥലം വിട്ടു. കാരണം പാപമില്ലാത്ത ആരും ഉണ്ടായിരുന്നില്ല. മനുഷ്യൻ കുറ്റാരോപണങ്ങൾ നടത്തുന്നുണ്ട്. മറ്റുള്ളവരുടെ മേൽ ആരോപണങ്ങൾ അവർ ചെയ്തതും ചെയ്യാത്തതുമായതൊക്കെ ആരോപിക്കാനായിട്ട് നമുക്ക് സവിശേഷമായിട്ടുള്ള ഒരു ആഹ്ലാദമുണ്ട്, അല്ലെങ്കിൽ ഒരു സന്തോഷമുണ്ട്. മറ്റുള്ളവരുടെ കുറവുകള്, അവരുടെ ബലഹീനതകള്, പാപങ്ങള്, അവശതകൾ ഇതൊക്കെ പറഞ്ഞ് സന്തോഷിക്കാനായിട്ടുള്ള ഒരു പ്രവണത മനുഷ്യരിലുണ്ട്, കുറ്റമാരോപിക്കാനായിട്ട്. ഓരോരുത്തരായിട്ട് സ്ഥലം വിട്ടു എന്നാണ് വചനത്തിൽ പറയുന്നത്. ഞാനും നിന്നെ കല്ലെറിയുന്നില്ല, നീ സമാധാനത്തിൽ പോവുക, വീണ്ടും പാപം ചെയ്യരുത് എന്നാണ്. യുവാർക്കിക്കറിയാസ് എന്ന ബൈബിൾ പണ്ഡിതൻ പറയുന്നത്, എന്തുതരം പറഞ്ഞാൽ യേശു പ്രതിക്കൂട്ടിലാണ്. ആ അവസരത്തിലാണ് യേശു നിലത്തെന്തോ കുനിഞ്ഞെഴുതിക്കൊണ്ടിരുന്നത്. ഈ കുനിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധയില്ലാതിരിക്കുക എന്ന് വെച്ചാൽ ഇവരെ ഈ പാപിനിയായ സ്ത്രീ കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് യേശുവിന് താല്പര്യമില്ല എന്നതായിരിക്കാം സൂചിപ്പിക്കുന്നത്. അതാണ് വചനങ്ങളിലൂടെ വരുന്നത്.
ഞാനിതിനെ വിധിക്കുന്നില്ല, മേലിൽ പാപം ചെയ്തത്. അപ്പോൾ യേശുവിന്റെ കരുണാതുരമായ സ്നേഹമാണ് നമ്മൾ ഇവിടെ കാണുന്നത്. മറ്റുള്ളവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ലാത്ത പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നിയമത്തിന്റെ വള്ളിപുള്ളികള് കൃത്യമായിട്ട് അനുഷ്ഠിക്കുന്ന പരിസരര്. അപ്പോൾ നിയമത്തിൽ കരുണയുടെയും സ്നേഹത്തിന്റെയും കാര്യങ്ങൾ അടങ്ങിയിരിക്കണമെന്നാണ് യേശു പറയുന്നത്. കാണാതെ പോയ ആ കുഞ്ഞാടിനെ തേടുന്നത് പോലെ കരുണാമയനായ യേശു സ്വർഗസ്ഥനായിട്ടുള്ള അവർക്ക് കരുണയുള്ളവരായിരിക്കുമ്പോൾ നിങ്ങൾ കരുണയുള്ളവരായിരിക്കുവാനായിട്ട് നമ്മൾ ആവശ്യപ്പെടുകയാണ്. നിയമത്തെ അതിലഭിക്കുന്ന യേശുവിന്റെ കരുണയാണ് നമ്മൾ കാണുക. നമ്മളും കരുണയുള്ളവരായി പെരുമാറണം. നമ്മുടെ ചിന്തയിൽ